2-ാം അധ്യായം 2-ാമത്തെ വാക്യം. സ്തോത്രം. ഒന്ന് വായിക്കണം. ഹല്ലേലൂയ ജീസസ്, ഹല്ലേലൂയ. എന്നാൽ മോവാബ്യ സ്ത്രീയായ രൂത്ത് നവോമിയോട്, ഞാൻ വയലിൽ ചെന്ന് എന്നോട് ദയ കാണിക്കുന്നവനെ ആശ്രയിച്ച് കതിർ പെറുക്കട്ടെ എന്ന് ചോദിച്ചു. മോവാബ്യ പെണ്ണ് യഹൂദിയിലെ ബേത്ലഹേമിൽ വന്ന നവോമിയുടെ സ്വന്തം നാട്ടിൽ നവോമിയോട് പറയുക. ചോദ്യം, നവോമിയാ പറയേണ്ടേ, പക്ഷെ അവള് മാറാന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുക. സ്തോത്രം. ഇന്നെങ്കിലും ഞാൻ നിന്നോട് പറയാം, ചില വിഷയം ചൊല്ലിയുള്ള കരച്ചിൽ നിർത്തണം. നിന്റെ ചിന്താമണ്ഡലത്തിലൊരു വിടുതൽ വ്യാപരിക്കണം. നിങ്ങൾ എന്നെ നോക്കും, ഞാൻ മറ്റൊരു ഭാഗം മനസ്സിലാക്കി തരാം. 2-3 ഭാഗം നിങ്ങളുടെ എൻ്റെ മനസ്സിൽ കർത്താവ് തന്നെ നിങ്ങളോട് പറയാം. കടക്കാര് പിള്ളാരെ പിടിച്ചോണ്ട് പോവാൻ, ഒന്നാമത് രൂത്തിന്റെ പുസ്തകം വഴി മുട്ടിയവളുടെ ജീവിതത്തിൽ ഒരു ചിന്ത ജീവിതത്തെ മറിച്ചു കളഞ്ഞു. ഇന്നിവിടെ ഇരിക്കുന്ന ചിലരോട് പറയുക, ജീസസ്, നീ ഒരേപോലെ ചിന്തിച്ചുകൊണ്ടിരിക്കരുത്. നിന്റെ ചിന്താമണ്ഡലത്തിനകത്ത് ദൈവകൃപ വ്യാപരിക്കട്ടെ. നിന്റെ ചിന്താമണ്ഡലത്തിനകത്ത് അഭിഷേകം വ്യാപരിക്കട്ടെ. കൃപ. എന്നോട് ദൈവത്തിന്റെ ആത്മാവ് പറയും, ഇന്ന് വേറെ വിടുതൽ ഒന്നുമല്ല നടക്കുന്നത്. ചിലരുടെ ചിന്താമണ്ഡലത്തിൽ ഭയങ്കര വിടുതൽ നടക്കും. നീ കരഞ്ഞുകൊണ്ടിരുന്ന കട്ടിലെ തന്നെ ആനന്ദിച്ചുകൊണ്ടിരിക്കും. നീ കരഞ്ഞുകൊണ്ടിരുന്ന ചെയറിൽ തന്നെ, ഓ ഗ്ലോറി ടു ഗോഡ്, നടക്കത്തില്ലെന്ന് പറഞ്ഞവരുടെ നടുവിൽ നടക്കുമെന്ന് പറയാൻ പോവാ. കടക്കാര് പിള്ളാരെ പിടിച്ചോണ്ട് പോകാൻ വന്നപ്പം, എന്നെ കൂടെ കൊണ്ടുപോ, ഇവരെ വിട്ടുതരത്തില്ലെന്നല്ല പറഞ്ഞേ. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. നിങ്ങളുണ്ടാക്കിയ അന്തരീക്ഷം മാറ്റാൻ പറ്റുന്നൊരു സ്ഥലത്തോട്ട് ഞാനിന്ന് പോവാ. ഒരാമീൻ പറയണം. ആരോടോ ദൈവം പറയുക, നിന്നെ വട്ടം കറക്കുന്ന അതിനകത്തുനിന്ന് എന്തോ ഒരു ഡൈവേർഷൻ നടക്കുക. നിന്നെ പരിശുദ്ധാത്മാവ് എവിടോ നയിക്കുക. കൃപ. കടത്തിന്റെ ലിസ്റ്റ് എഴുതി വെച്ചോണ്ടുള്ള ആ പ്രയർ ഒന്ന് നിർത്തിക്കേ. എന്നിട്ട് അതിൽ വീട്ടാനുള്ള വഴി തുറക്കത്തക്കവണ്ണം രീതിയും നിന്റെ ചിന്താമണ്ഡലം ഒന്ന് തുറന്നേ. എന്നോട് ദൈവം പറയാം, നിന്നെ ദൈവാത്മാവ് എവിടോ കണക്ട് ചെയ്യാൻ പോവാ. ഓ, നിനക്ക് വന്നതെല്ലാം നന്മയാകാൻ പോവാ. ഏതോ മേഖലകളിൽ നിന്നെ ദൈവം കൊണ്ടെത്തിക്കാൻ പോവാ. പ്രാർത്ഥിക്കുന്ന ചിലരോടാ ദൂത്, നിന്നെ സങ്കടം തീരാൻ പോവാ. ചിന്തിക്കാൻ മറ്റാരും നിന്നെ സപ്പോർട്ട് ചെയ്യത്തില്ല, പക്ഷെ ഹോളി സ്പിരിറ്റ് സപ്പോർട്ട് ചെയ്യും. പരിശുദ്ധാത്മാവ് നിന്നെ സപ്പോർട്ട് ചെയ്യും. നിന്നെ വല്ലാതെ കോട്ടയത്തൂടെ തല കുനിപ്പിച്ച് നടത്തുന്ന ആ സ്പിരിറ്റ് ഇന്ന് നിന്റെ ലൈഫ് വിട്ടുപോകണം. ആകുല ചിന്തകൾ, ദുർചിന്തകൾ, ഓ ജീസസ്, നിന്റെ മനോമുകുരത്തെ കണക്ട് ചെയ്തേക്കുന്ന ഓ ലോർഡ്. ശ്രദ്ധിച്ചേ, ഞാൻ ഈ വേദി കയറുന്നിടം വരെ ഞാൻ ഇപ്പൊ പറയുന്ന ഒരു ഭാഗവും എൻ്റെ നോട്ടിനകത്തില്ല. പക്ഷെ എന്നോട് വീണ്ടും ദൈവം സംസാരിക്കുന്നു. നിങ്ങളെ തോളെ തൊട്ട് സംസാരിക്കുക. നിന്റെ വീടിനകത്തൊരു കടത്തിന്റെ അന്തരീക്ഷം, നിന്റെ വീടിനകത്തൊരു ജപ്തിയുടെ അന്തരീക്ഷം കൊണ്ടുവരുമ്പോൾ നീ വിഷമിക്കരുത്. നീ ചിന്തകൾ മാറ്റി ചിന്തിക്കണം. ആരുടെ വീട്ടിൽ നടക്കാത്തൊരു അത്ഭുതം നിന്റെ വീട്ടിൽ നടക്കും. ഞാൻ എല്ലാവരും നിങ്ങളോട് പറയാം, ഓരോ പ്രസംഗത്തിലും നീ ആത്മാവിൽ നിറയുന്നത് നല്ലതാ, പക്ഷെ അതിനേക്കാൾ വിലയേറിയത് നിന്റെ ചിന്തകളെ പരിശുദ്ധാത്മാവ് തൊടണം. ഓ യേശുവിൻ്റെ നാമം തൊടണം. ഓ ഗ്ലോറി. അങ്ങനെ തൊടട്ടെ. ഞാൻ കാഴ്ച കണ്ടുകൊണ്ടാണ് പ്രസംഗിക്കുന്നേ. ഞാൻ അഭിഷേകത്തിന്റെ കൃപ ഞാൻ പറഞ്ഞു തരാം. ചിലരുടെ വാക്കുകൾ നിന്റെ ജീവിതത്തെ മാറ്റിമറിക്കും. കൃപ.
എന്നോട് ഹോളി സ്പിരിറ്റ് കാഴ്ച കാണിക്കുന്നു. നിന്റെ വീടിനോട് അടുത്ത്, നിന്റെ പ്രവൃത്തി മേഖലയോട് അടുത്ത്, നിന്റെ വിദ്യാഭ്യാസത്തോട് അടുത്ത്, നിന്റെ ബന്ധങ്ങളോട് അടുത്ത് നിന്നിലേക്ക് എൻട്രി ചെയ്യേണ്ട ഏതോ ഒരു അനുഗ്രഹം നിപ്പുണ്ട്. നീ നനവുള്ള തോട്ടം പോലെ ആകാൻ പോവാ. എന്റെ ജനം എന്റെ അനുഗ്രഹം കൊണ്ട് ഈ ദിവസങ്ങളിൽ തൃപ്തരാകാൻ പോവാ. നിന്റെ മാനസിക നിലയെ തകർത്ത ആ ദുഃഖത്തിന്റെ കാഠിന്യം കൃപ വ്യാപരിച്ചു തുടങ്ങട്ടെ. നിങ്ങൾ എഴുതിയിട്ടോ, ഇന്ന് ചില വീടുകളെയും വ്യക്തികളെയും വിട്ട് ചില ദുഃഖം പുറത്തിറങ്ങുക. ലോർഡ്, ഈ ദുഃഖം കൂടി കഴിയുമ്പോഴാ നിരാശ കയറി പിടിക്കുന്നേ. ഒരു ഹസ്ബൻഡും വൈഫും എൻ്റെ അടുക്കൽ വന്നപ്പം എന്നോട് ആ ഭാര്യ പറഞ്ഞ ഒരു സ്കൂളിലെ ടീച്ചറാ, എൻ്റെ അച്ഛൻ്റെ തലയെ കൈവച്ചൊന്ന് പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു എന്തിനാ? പുള്ളിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു പാട്ടുണ്ട്. ഞാൻ ചോദിച്ചു എന്നാ? ദുഃഖത്തിൻ്റെ പാനപാത്രം. കുടുംബ പ്രാർത്ഥനയ്ക്കകത്ത് ആഴ്ചയിൽ ഒന്നീ രാവിലെയോ വൈകിട്ടോ ഈ പാട്ട് പാടും. ഇനി ഞങ്ങൾ 3 പാട്ട് പാടിയാലും പുള്ളിക്ക് ഈ പാട്ട് പാടിയാലേ പ്രാർത്ഥന വരും. ശ്രദ്ധിച്ചു കേൾക്കണം. ഈ ചിലരൊക്കെ പറയുന്നേ എന്നെ ഇങ്ങനെ ദുഃഖം അനുഭവിക്കാനായിട്ട് ദൈവം വിളിച്ചതാന്ന്. അത് ഏത് പുസ്തകമാണ്? സാത്താന്റെ പുസ്തകം 7-ാം അധ്യായം 4-ാം വാക്യം. മനസ്സിലായില്ലയോ? പഞ്ചായത്തേക്ക് കൂടെ പോകുന്ന മുഴുവൻ ദുഃഖം കയറി പിടിക്കുക. എനിക്കെന്താ ഇത് വന്നേ? എൻ്റെ കൊച്ചിന് അപ്പുറത്തെ വീട്ടിലോട്ട് കയറി നോക്കണം, അവൻ്റെ കൊച്ചിന് പ്രോബ്ലം ഉണ്ടോന്ന്. അവൻ്റെ കൊച്ചിന് പ്രോബ്ലം ഉണ്ടെങ്കിലും അവൻ്റെ പ്രോബ്ലം അവൻ്റെ ഹൃദയത്തെ ബാധിച്ചിട്ടില്ല, ചിന്തയെ ബാധിച്ചിട്ടില്ല. ഇന്ന് ഞാനൊരു കാര്യം പറയാം, മിന്നുന്ന ഒരു വാൾ ഇതിനകത്തൂടെ വർക്ക് ചെയ്യുന്നുണ്ട്. നിന്റെ ചിന്താമണ്ഡലങ്ങളിൽ മൂടിക്കിടക്കുന്ന ഇരുട്ടിനെ ചില മനോദുഃഖങ്ങൾ ക്യാൻസൽ ആകുന്നു. ചില ദൈവത്തിൽ കൂടെ ഒരു ആശ്വാസം പ്രാപിച്ചേ. ആശ്വാസത്തിൻ പൂർണ്ണത യേശുവിൽ കാണുന്നേ. അപ്പം വിടുതൽ നടക്കേണ്ടത് നിന്റെ വീട്ടിലല്ല, നിന്നില. കാരണം നിന്റെ ചിന്തയെ കുരുക്കി വെച്ചിരിക്കുക. നിനക്ക് ഒരേപോലെ ചിന്തിക്കാൻ പറ്റൂ, ഒരേപോലെ കാണാൻ പറ്റൂ, ഒരേപോലെ പ്രാർത്ഥിക്കാൻ പറ്റൂ. അതിന്ന് പൊട്ടണം. ഇന്നൊരു ഇന്നർ ഹീലിംഗ്, ഒരു ആന്തരിക സൗഖ്യം, നിനക്കേറ്റ മുറിവ് കൃപ. അടുത്തിരിക്കുന്ന ആളെ തൊട്ടേച്ച് പറ, ചിന്തകൾ മാറണമെന്ന് പറ. ഈ സദൃശ്യവാക്യം 12-ാം അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യം കേട്ടോ. മനോവ്യസനം ഹേതുവായി മനുഷ്യന്റെ മനസ്സിടിയുന്നു, നല്ല വാക്കോ അതിനെ സന്തോഷിപ്പിക്കുന്നു. കാരണം മനോദുഃഖം ഹേതുവായി, മനോവ്യസനം ഹേതുവായി മനുഷ്യന്റെ മനസ്സിടിയുന്നു. മനോദുഃഖം അല്ലെങ്കിൽ വ്യസനം, മനുഷ്യന്റെ മനസ്സ് ഇടിയുന്നു. ഒരു നല്ല വാക്കോ അതിനെ. നീ ഇവിടെ ഇരിക്കുന്നേ ഉള്ളൂ, നിന്റെ മനസ്സ് ഇടിഞ്ഞിരിക്കുക. ഇനി ആര് പ്രവർത്തിക്കാനാ? പ്രാർത്ഥിച്ചു നോക്കാം. നോ, അത് തെറ്റാണ്. നീ എത്ര താഴ്ന്നു വീണാലും നിന്നെ ഉയർത്താൻ ദൈവത്തിന് കഴിയും. അത് ആദ്യം നിന്റെ മനസ്സുകൊണ്ട് നീ പറയണം. ഇന്ന് നിങ്ങൾ എഴുതിക്കോ, ചില ഇടിഞ്ഞു പോയ മനസ്സിനെ, ചില മനോദുഃഖത്തെ ദൈവം നിന്റെ ഉള്ളിൽ നിന്ന് മാറ്റാൻ പോവാ.